Hi guys, welcome to the video. So welcome to the school stories. ഇപ്പോൾ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ്. അതായത് 7th A ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർ ദാൻ 10 സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ മൈ സബ്ജക്റ്റ്. അപ്പോൾ എങ്ങനെ ഞാനത് ഡീൽ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് എത്ര ദേഷ്യം വന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഞാനത് എങ്ങനെ ഇന്ന് ഡീൽ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വെൻറ്റ് ടു ദ ക്ലാസ് വിത്ത് ദ സ്റ്റിക്ക്. ക്ലാസ്സിൽ വടിയായിട്ട് ഞാൻ പോയി ഡോർ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ ഒന്ന് പേടിച്ചു, അതിന് ഡോറൊക്കെ അടച്ചു. ഞാൻ നേരെ ലാസ്റ്റ് ബെഞ്ചിൽ പോയി. ലാസ്റ്റ് ബെഞ്ചിൽ 2 കുട്ടികളുണ്ടായിരുന്നു. അവരെ സൈഡിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ബെഞ്ചിൽ പോയി എല്ലാ പേപ്പറും കൊണ്ട് ഞാൻ പോയി ഇരുന്നിട്ട് ഞാൻ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു. അതായത് എന്നെ ഫേസ് ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഐ ടോൾഡ് ദം എല്ലാവരും ഇനി മിണ്ടാണ്ടിരിക്കുക. ആൻഡ് ആ ബണ്ടിൽ ഓഫ് പേപ്പറിന് ഞാൻ മോശമായി എഴുതിയ ഒരു 4-5 പേപ്പർ അല്ലെങ്കിൽ ഒരു 10 പേപ്പർ ഞാൻ എടുത്തിട്ട് അത് കാണിച്ചു കൊടുത്തു. സി എങ്ങനെയാണ് നിങ്ങൾ ഡയഗ്രാം വരച്ചിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ പ്രസൻറ്റേഷൻ, ഇങ്ങനെയെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം അവർക്ക് ചിരിയാണ് വരുന്നത്. ബിക്കോസ് ഡയഗ്രാം വാസ് ലിറ്ററലി വെരി ഫണ്ണി, ഭയങ്കര ഷോക്കായിരുന്നു. അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ബിക്കോസ് ഡ്യൂറിങ് റിവിഷൻ ടൈം ഐ ടോൾഡ് ദം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം, വരച്ചും എഴുതിയും കാണിച്ചു കൊടുത്തു ബോർഡിൽ. ബട്ട് സ്റ്റിൽ ആ കുട്ടികളുടെ സൈഡിൽ നിന്ന് ഒരു 5% പോലും അത് വന്നില്ല. അപ്പോൾ ആസ് എ ടീച്ചർ ഐ ഫെൽറ്റ് സോ സാഡ്. ഞാൻ എന്നെ തന്നെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. പല രീതിയിൽ ഞാൻ മോശമായിട്ടാണോ പഠിപ്പിക്കുന്നത്, ഞാൻ പഠിപ്പിക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ലയോ, ഇങ്ങനെ കുറേ തോട്ടുകൾ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറേ നന്നായിട്ട് എഴുതിയ കുട്ടികളുണ്ട്. സോ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് നോട്ട് മോസ്റ്റ് ഓഫ് ദ മിസ്റ്റേക്ക് ഇസ് നോട്ട് മൈൻ. കുറേ ഭാഗം അവരുടെ സൈഡിലുള്ള തെറ്റ്. അപ്പോൾ ഇതൊക്കെ ഞാൻ അവർക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സി നിങ്ങൾ ഒന്ന് എൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുക. ലൈക്ക് ഫ്രം എ ടീച്ചേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എത്ര സങ്കടം വരും. ഇനി ഈ പേപ്പർ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാരൻറ്റിനെ കാണിച്ചാൽ, അമ്മയോ അച്ഛനോ ആരെങ്കിലും ആവും, അവരെ നിങ്ങൾ ഈ പേപ്പർ കാണിച്ചാൽ എന്തായിരിക്കും അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സ്. കാരണം നമുക്ക് വേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, യൂണിഫോം വാങ്ങുന്നുണ്ട്, ബുക്ക് വാങ്ങുന്നുണ്ട്, പല കാര്യങ്ങളും അവർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സബ്ജക്റ്റിൽ പാസ്സാവുക, അല്ലെങ്കിൽ അത്രയും മോശമായിട്ട് എഴുതുക, ഒന്നുമില്ല അവരുടെ പേപ്പറിൽ, ലിറ്ററലി 0. അപ്പോൾ അത്രയും മോശമാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബാഡ്. ആൻഡ് ഇത് കാണുന്ന പാരൻസിന്. അപ്പോൾ വെൻ ഐ ടോക്ട് അബൌട്ട് ദാറ്റ് പാരൻസ്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാൻ തുടങ്ങിയപ്പോൾ അവരുടെ മുഖമൊക്കെ എല്ലാം മാറി തുടങ്ങി. കാരണം അത്രയും നേരം കുറച്ച് മേ ബി ഇത് സീരിയസ് ആയിട്ട് മനസ്സിലാവുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം 7th സ്റ്റാൻഡേർഡാണ്, ഇത്രയും ഡെപ്തിൽ ഇത് ഇമോഷൻ കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ ട്രൈ. ഞാൻ ഒരു കുട്ടിയെ പോലെ ഞാൻ തല്ലിയില്ല. ഐ ഡിഡ്ന്റ് ബീറ്റ് എനി സ്റ്റുഡൻറ്റ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ലൈക്ക് ഇതാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്, നിങ്ങൾ സൈഡിൽ നിന്ന് ചെയ്യാം. അപ്പം ദെൻ സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ആഫ്റ്റർ മീ ആസ്കിങ് ദം സോ മെനി ടൈം എന്താ നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ അവർ പറഞ്ഞു സാർ ഞങ്ങൾ വായിച്ചില്ല, ഞങ്ങൾ പഠിച്ചില്ല, ഓൾ ദോസ് തിങ്സ് ദേ ഡിഡ്ന്റ് സ്റ്റഡി, ദേ ഡിഡ്ന്റ് റീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു സി നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ടീച്ചർ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച് റിവിഷൻ ചെയ്ത് ക്വസ്റ്റ്യൻ തന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് ഒന്ന് കാണാണ്ട് വരുമ്പോൾ ഒന്ന് ചിന്തിക്കുക ടീച്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേപ്പർ കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ പാരൻസിൻ്റെ. അപ്പോൾ ആൻഡ് ലിറ്ററലി ഐ ഡോണ്ട് നോ ഹൗ മെനി സ്റ്റുഡൻസ് വിൽ ഗെറ്റ് ദിസ് തിങ്. അവർക്ക് എത്ര പേർക്ക് ഇത് തലയിൽ കയറിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. ബട്ട് ഐ തിങ്ക് അടുത്ത ക്ലാസ് തൊട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും. ആൻഡ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ലൈക്ക് ഈ പേപ്പർ, അതായത് ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ക്വസ്റ്റ്യൻ എഴുതുക, ലിറ്ററലി ടെക്സ്റ്റ് ബുക്ക് തുറന്ന് എങ്ങനെയാണോ അതിൻ്റെ ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ടത് അത് അതേപോലെ എഴുതുക. ഇനി ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ് തൊട്ട് ഞാനത് ബോർഡിൽ എഴുതും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെയാണ് എഴുതേണ്ടത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെ, ഡയഗ്രാം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഐ വിൽ ബി ഷോയിങ് യു ഓൺ ദ ബോർഡ് ആൻഡ് യു ഹാവ് ടു റൈറ്റ് ദാറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. അങ്ങനെ എല്ലാ 10 ക്വസ്റ്റ്യനായിട്ട് 10 ക്വസ്റ്റ്യൻ്റെ ആൻസർ കൃത്യമായിട്ട് എഴുതി 2 തവണ എഴുതി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ഇനി അടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാര്യം, വിച്ച് ഈസ് ഗോയിങ് ടു ബി ഡൺ ഇൻ ദ ക്ലാസ്. സോ ഇതായിരുന്നു ഇന്നത്തെ സ്റ്റോറി. മേ ബി ദിസ് വീഡിയോ കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ടാവും. ലിറ്ററലി ടീച്ചിങ് ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ ലൈഫിൽ ആസ് എ ടീച്ചർ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ചാനലിൽ പറയുന്നത്. ദോസ് ഹു ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു ഗൈസ്. ബൈ.